ഏപ്രിൽ മാസത്തിൽ വീണ് കിട്ടിയ ഒരു വീക്കെൻഡിൽ തണുപ്പ് അന്വേഷിച്ച് പതിവ് പോലെ ഞങ്ങൾ ചെന്നെത്തിയത് ഇടുക്കിയിൽ തന്നെ. ദിസ് പ്ലേസ് ഈസ് ഗസൽ വില്ല റിസോർട്ട് ഇൻ ഉടുമ്പൻചോല. പച്ചപ്പ് നിറഞ്ഞ ഏലത്തോട്ടത്തിലൂടെയുള്ള ഒരു മോർണിംഗ് വാക്ക് ഇതായിരുന്നു പ്ലാൻ. റിസോർട്ടിലെ സ്റ്റാഫ് പ്രേമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു മല കയറാനുള്ള സ്റ്റാമിന ഉണ്ടെങ്കിൽ നമുക്കൊരു പാറ കയറിയിട്ട് വരാം എന്ന് പ്രേം പറഞ്ഞപ്പോൾ ഇത്ര ഗംഭീര ട്രെക്കിംഗ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 1.5 ട്രെക്കിംഗ് കള്ളിപ്പാറ. Are we hiking? I already lost my breath. Where are we supposed to go? നമ്മൾ വെക്കും ഇങ്ങനെ പൊട്ടി ഒരെണ്ണം നമ്മൾ ഇത് വെക്കും ഈ കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ കിളിക്കും. ഗസൽ റിസോർട്ടിൽ നിന്നും പുറത്തു കടന്ന് ചെറിയ നാട്ടുവഴിയിലൂടെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മല കയറാം. ഇടുക്കിയിലെ ശാന്തൻപാറ പഞ്ചായത്തിലെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കള്ളിപ്പാറ മലനിരകൾ കഴിഞ്ഞ വർഷം വളരെയധികം പ്രശസ്തമായത് നീലക്കുറിഞ്ഞികൾ പൂത്തപ്പോഴാണ്. ശാന്തൻപാറയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം 1.5 കിലോമീറ്ററോളം കുത്തനെയുള്ള മല കയറിയാൽ കള്ളിപ്പാറയിലെത്താം. 3 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് ശാന്തൻപാറ മേഖലയിൽ നീലക്കുറിഞ്ഞി കൂടുന്നത് എന്ന് പറയുന്നു. ഇനി അതേ ലൊക്കേഷനിൽ നീലക്കുറിഞ്ഞി പൂടണമെങ്കിൽ 12 വർഷം കാത്തിരിക്കണം. മോശമല്ലാത്ത അക്രോഫോബിയ ഉള്ള ഞാനാണ് ഈ ട്രെക്കിംഗ് ചെയ്യാൻ പോകുന്നത്. രണ്ടും കൽപ്പിച്ച് മല കയറാൻ തന്നെ തീരുമാനിച്ചു. കൂടെയുള്ളത് അന്നുക്കുട്ടി ആൻഡ് മീനുക്കുട്ടി. അവരെല്ലാം ഉഷാറായി ഓടിക്കയറുമ്പോൾ ഞാനും ശ്രീയും പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറുകയാണ്. ഒരു 10 മിനിറ്റ് കയറും, പിന്നെ ഇരിക്കും, പിന്നെയും കയറും, പിന്നെയും ഇരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ ആ മല കയറി. കള്ളിപ്പാറ മലനിരകളിൽ നിന്നാൽ താഴെ തമിഴ്നാടിൻ്റെ ഭാഗമായ തേനി ജില്ലയുടെ ഒരു വിദൂര കാഴ്ചയും കിട്ടും. അത്ഭുതകരമായ കാഴ്ചകളാണ് കുന്നു കയറി ചെന്ന് മുകളിലെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത്. ദൂരെ 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 തേയിലത്തോട്ടങ്ങൾ, ചതുരംഗപ്പാറ, മലനിരകൾ, ആനയിറങ്ങൽ ഡാം, ഇതിൻ്റെ എല്ലാം വിദൂര കാഴ്ചകൾ കാണാം. സൂര്യാസ്തമയ സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇവിടെ എത്തുകയാണെങ്കിൽ വാക്കുകൾ മതിയാവാതെ വരും ഇവിടുത്തെ ഭംഗി വിശേഷിപ്പിക്കാൻ. മലമുകളിലെത്തി കുറച്ചു നേരം നാട്ടുവർത്താനവും എല്ലാം പറഞ്ഞ് കാറ്റും കൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങ് ദൂരെ കാറ്റാടി യന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ചതുരംഗപ്പാറ എങ്ങനെ മനോഹരിയായി നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു മോഹം, അങ്ങോട്ട് ട്രെക്കിങ് പോയാലോ? പക്ഷെ ഇത്തവണ സമയമില്ല, അടുത്ത യാത്രയിലാവട്ടെ. ഇപ്പോൾ അവിടെ ദൂരെ കാണുന്ന ആ വൈറ്റ് സ്പോട്ടാണ് ഗസൽ റിസോർട്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഏകദേശം കള്ളിപ്പാറ മലയുടെ മേളിലായിട്ട് തന്നെ വരാം. കള്ളിപ്പാറ മല ആ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു പാട്ടാണ് ഇതും. ഏകദേശം എനിക്ക് തോന്നുന്നത് 1500 അടി മേലിലാണ് നമ്മൾ നിൽക്കുന്നത്. പൂപ്പാറ അടുത്ത്. പൂപ്പാറയും നെടുങ്കണ്ടമാണ് നിയറസ്റ്റ് ടൗൺസ്. അതെ, കാണാം നമുക്ക് അവിടെ നിന്ന്. ഇവിടെ നിന്ന് തന്നെ വിൻമിൽസ് എല്ലാം തന്നെ കാണാം. ചതുരംഗപ്പാറ കേരള തമിഴ്നാട് ബോർഡർ അവിടെയാണ്. മല കയറുന്നതിനേക്കാളും കഷ്ടം മല ഇറങ്ങുന്നതാണെന്ന് അറിയാം, എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല.
അവസാനം പ്രേമിൻ്റെ കൈയും പിടിച്ചാണ് ഞാൻ മുഴുവൻ മലയും താഴെ ഇറങ്ങിയത്. അന്നവും മീനവും താഴേക്ക് ഓടിയിറങ്ങുന്നു. പിന്നെ തിരിച്ച് മുകളിൽ കയറി ഞങ്ങളെ കളിയാക്കിയിട്ട് പിന്നെയും ഓടിയിറങ്ങുന്നു. അവർക്ക് നല്ല തമാശ എൻ്റെ ഇറക്കം കണ്ടിട്ട്. പാറ ഇറങ്ങി താഴെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. വനദേവതയ്ക്ക് വിളക്ക് കൊളുത്തി പൂജിക്കുകയാണ് ഈ കർഷകൻ. കുറച്ച് സമയം അദ്ദേഹത്തോട് കുശലം പറഞ്ഞപ്പോൾ അറിഞ്ഞത് നാളെ രാവിലെ ഇവിടെ അടുത്തുള്ള കുറച്ച് കർഷക കുടുംബങ്ങൾ വന്ന് ഈ മരത്തിൻ്റെ താഴെ പൊങ്കാലയിടും, വനദേവതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാണ്. ഈ ഭൂമിയും ഇതിലെ മുഴുവൻ ജീവജാലങ്ങളും കടപ്പെട്ടിരിക്കുന്നത് ഈ കാടിനോട് തന്നെയല്ലേ? ഇതിലും വലിയ ഫിലോസഫിക്കൽ തോട്ട് വേറെ എന്താണുള്ളത്? ഈ പ്രകൃതിയെയും ഇവിടുത്തെ മരങ്ങളെയും ഈ മലനിരകളെയും സംരക്ഷിക്കാനായി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ കർഷകൻ്റെ കൂടെ ഞാനും ഈ പ്രാർത്ഥനയിൽ കൂടുകയാണ്. ഇടുക്കിയിലെ കള്ളിപ്പാറയിൽ നിന്നും തൽക്കാലം വിട പറയട്ടെ. ബൈ ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഓഫ് us.